ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫിന്നിഷ് സയൻസ് വേൾഡ്. ഇത് നമ്മൾ അടിപൊളിയായ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ നാരങ്ങയും ഈന്തപ്പഴോടെ ചേർന്നിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? ശരിയെങ്കിൽ പിന്നെ അത് കണ്ടിട്ട് വരാം. വേണ്ടി ഞാൻ ഏകദേശം ഒരു 25 നാരങ്ങ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ നാരങ്ങയാണ്. ഒരു 25 ഉണ്ട്. നമുക്കിനി ഇത് ഓരോ നാരങ്ങയായിട്ട് എടുത്ത് തുടയ്ക്കണം. ഞാനിവിടെ ഓരോ നാരങ്ങ എടുത്ത് നല്ലൊരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണ്. ഓരോരോ നാരങ്ങ ഇങ്ങനെ ഓരോന്ന് എടുക്കുക, തുടച്ചെടുക്കുന്നു, ഓരോന്നെടുക്കുന്നു, തുടച്ചെടുക്കുന്നു. അവസാനത്തെ നാരങ്ങ വരെ ഞാൻ തുടച്ച് വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയേക്കുവാണ്. ഇനി ഞാനൊരു ഇഡലിപ്പാത്രം അടുപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ തുടച്ച് വെച്ചേക്കുന്ന നാരങ്ങ ഓരോന്നായിട്ട് ഇഡലിപ്പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം തിളച്ച ശേഷമാണ് നമ്മൾ നാരങ്ങ വെക്കേണ്ടത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതിൽ നിന്ന് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇഡലിപ്പാത്രം അടച്ച് വെച്ച് ആവി കയറ്റാൻ വേണ്ടി വെച്ചേക്കുവാണ്. നമ്മുടെ നാരങ്ങയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനത് ആറിയ ശേഷം ഒരു നാരങ്ങ നാലായിട്ട് കീറി ഒരു പാത്രത്തിലാക്കി വെച്ചേക്കുക. ഇനി നമുക്കൊരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ 2 സ്പൂൺ വിനീഗർ മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഡേറ്റ്സ് ആണ് എടുത്തേക്കുന്നത്. ഞാനൊരു 20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു 3 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് ചെറു ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ അത് മൊത്തം മിക്സ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ അടപ്പ് വെച്ച് അത് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ അച്ചാറിനൊക്കെ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഞാനൊരു 3 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. നമ്മുടെ വറ്റൽമുളക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ട് നമുക്കതിലേക്ക് വെളുത്തുള്ളിയോടെ ആഡ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെളുത്തുള്ളിയോടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി ഒന്ന് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ ഒരു വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 3 പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് ഇതിലേക്ക് എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുളക് പൊടി മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. നല്ല രീതിയിൽ മിക്സ് ചെയ്യുവാണ്. അതിലെല്ലാം ചേരുന്ന രീതിയിൽ നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് നല്ല രീതിയിൽ മിക്സ് ആക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്യാം. അത് നമ്മളെല്ലാം ഒന്ന് യോജിപ്പിച്ച് ചേർക്കുകയാണ്. അതൊന്ന് യോജിച്ച ശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയോടെ ആഡ് ചെയ്യുകയാണ്. അതും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വിനാഗിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇതൊന്ന് ഇളക്കിയ ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തിള വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്യാം. അതിപ്പോൾ തിള വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഡേറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ഡേറ്റ്സ് നമ്മൾ ഇതിലേക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ അതിലേക്കൊന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് ചൂടുവെള്ളം അതിലേക്ക് ആഡ് ചെയ്യാം. ചൂടുവെള്ളം ആഡ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വരുന്നിട്ടുണ്ട്.
ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കാം. നാരങ്ങ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെല്ലാ നാരങ്ങയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി പതുക്കെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഈ മസാലയിലേക്ക് നമ്മുടെ ഈ നാരങ്ങ യോജിപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് നല്ല രീതിയിൽ മിക്സ് ആകുന്നുണ്ട്. നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത്തിരി ഉപ്പ് കുറവാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല അടിപൊളി നാരങ്ങയും ഈന്തപ്പഴമുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബിരിയാണിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ഒരു അച്ചാറാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ പണ്ട് കവറിൽ മേടിച്ച് കഴിക്കുന്ന അച്ചാറുണ്ടല്ലോ, ആ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ഇത് അച്ചാർ ട്രൈ ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഈ അച്ചാർ എയർ ടൈറ്റ് ഉള്ളൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഞാനൊരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ആ പാത്രത്തിലേക്കാക്കി സൂക്ഷിച്ച് വെക്കാം. ഞാനിപ്പോൾ അതൊക്കെ ആ പാത്രത്തിലേക്കാക്കി സൂക്ഷിച്ച് വെക്കുകയാണ്. പിന്നെ നിങ്ങളിനി ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പുതിയ റെസിപ്പിയായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.